കേരള ഗവൺമെന്റിന്റെ സാംസ്കാരിക വകുപ്പും ഭാരത് ഭവന്റെയും സംയുക്ത ആഭിമുഖ്യത്തിൽ ഇന്നിവിടെ മഴവിഴി കമ്പാഷൻ 2023-24 ഒരു ഭിന്നശേഷി സൽഗോത്സവത്തിന്റെ രണ്ടാം ഘട്ടത്തിലേക്ക് നമ്മൾ ചുവടുകൾ വെച്ചിരിക്കുകയാണ്. ഭിന്നശേഷി കുട്ടികളുടെ കലാപരമായ കഴിവുകളെ പ്രോത്സാഹിപ്പിക്കുകയും സാമ്പത്തിക സഹായം ചെയ്യാനുമായി നടത്തുന്ന ഒരു ഉത്സവമാണ് കമ്പാഷൻ 2024 ഭിന്നശേഷി സർഗോത്സവം. ജനുവരി 29-30 തീയതികളിൽ തിരുവനന്തപുരത്ത് സാംസ്കാരിക വകുപ്പ് മന്ത്രി സജി ചെറിയാൻ സാറിന്റെ ഉദ്ഘാടനത്തിൽ ഇതിന്റെ ആദ്യഘട്ടം തിരുവനന്തപുരത്ത് സംഘടിപ്പിക്കുകയുണ്ടായി. അന്ന് 5 ജില്ലകളാണ് പങ്കെടുത്തത്. ഇന്ന് സെക്കൻഡ് സോൺ തൃശൂരിൽ എഗെയിൻ 5 ജില്ലകൾ പങ്കെടുക്കുന്നു. എറണാകുളം, ഇടുക്കി, കോട്ടയം, തൃശൂർ, പാലക്കാട് ഉൾപ്പെടുന്ന സോണാണ് ഇന്ന് ഇവിടെ പങ്കെടുക്കുന്നത്. വിശിഷ്ടാതിഥികളെ, സ്നേഹമുള്ള മാതാപിതാക്കളെ, പ്രിയ മക്കളെ, പ്രത്യേകിച്ച് ഈ ഒരു പ്രോഗ്രാം കോർഡിനേറ്റ് ചെയ്യുന്ന ഇതിന്റെ നേതൃത്വ സ്ഥാനത്തിലിരിക്കുന്ന എല്ലാ പ്രോഗ്രാം കോർഡിനേറ്റേഴ്സ്, ഇതിനുവേണ്ടി ഓടി നടക്കുന്ന എല്ലാവരെയും, നമുക്കറിയാം ഏതൊരു പരിപാടിയും ആരംഭിക്കണമെങ്കിൽ, അത് തുടങ്ങണമെങ്കിൽ അതിന്റെ പിന്നിൽ ഒത്തിരി അധ്വാനമുണ്ട്. രാപ്പകലില്ലാതെ ഈ ദിവസങ്ങളിൽ, പ്രത്യേകിച്ച് എന്നാണ് അത് ഉദ്ഘാടനം ചെയ്തത്, 29-ാം തീയതി ഇത് ഉദ്ഘാടനം ചെയ്യണമെങ്കിൽ തീർച്ചയായിട്ടും ഒരു മാസമെങ്കിലും ആയി കാണും ഇതിന്റെ ഒരു പ്രവർത്തനങ്ങൾ ആരംഭിച്ചിട്ട്. ഇതിന്റെ പിന്നിൽ ഈ ഒരു പരിപാടി നല്ല രീതിയിൽ നടക്കുന്നതിന് വേണ്ടി ഓടി നടക്കുന്ന എല്ലാ വ്യക്തികളെയും ഞങ്ങളുടെ ഈ സ്പെഷ്യൽ സ്കൂളിലേക്ക് സ്വാഗതം ചെയ്യുകയും നന്ദിയോടെ ഓർക്കുകയും ചെയ്യുകയാണ്. സ്കൂളിന്റെ ഒരു അധികാരി എന്ന നിലയിൽ എനിക്ക് പറയാനുള്ളത്, ഭിന്നശേഷി മേഖലയിൽ നമ്മുടെ കുട്ടികൾ പലപ്പോഴും പല രീതിയിലും അവഗണിക്കപ്പെട്ട് കിടക്കുന്ന ഒരു സാഹചര്യത്തില് ഇങ്ങനെയൊരു സംരംഭത്തിന് മുതിർന്നത് തന്നെ ഈ കാലഘട്ടത്തിന്റെ ആവശ്യകത തന്നെയാണ്. ഇവരെ പ്രോത്സാഹിപ്പിക്കുകയും ഇവരെടുക്കുന്ന എഫേർട്ടിന് അനുയോജ്യമായ രീതിയിൽ ഇവർക്ക് പ്രോത്സാഹനവും അംഗീകാരവും അതോടൊപ്പം ഇവർക്ക് നല്ലൊരു സമ്മാനവും കൊടുക്കുന്ന ഈ ഒരു പരിപാടി നന്ദിയോടെ ഓർക്കുന്നു. അതിനുവേണ്ട എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ നീട്ടുന്നില്ല. കാരണം ഒത്തിരി മക്കള് പരിപാടികൾ ചെയ്യാനുണ്ട്. ഔപചാരികമായ ഉദ്ഘാടനം നാളെയാണല്ലോ. അതുകൊണ്ട് എന്റെ വാക്കുകൾ ഈ ഒരു സ്പെഷ്യൽ സ്കൂളിലേക്ക്, തൃശൂർ ജില്ലയുടെ ആദ്യത്തെ സ്ഥാപനമാണ് നമ്മുടെ സെന്റ് ജോസഫ് സ്പെഷ്യൽ സ്കൂൾ. എല്ലാവിധ സൗകര്യങ്ങളോടും കൂടിയ ഈ ഒരു സ്ഥാപനത്തിലേക്ക് നിങ്ങൾ വന്നതും ഇത് തിരഞ്ഞെടുത്തതും വളരെ നന്ദിയോടെ ഞാൻ ഓർക്കുന്നു. ഈ ഒരു സൗകര്യം ചെയ്യാൻ ഞങ്ങൾക്ക് സാധിച്ചത് തൃശൂർ ഈ 5 ജില്ലയുടെ, തൃശൂർ മേഖലയുടെ ആതിഥേയത്വം വഹിക്കാനായിട്ട് ഞങ്ങൾക്ക് സാധിച്ചത്, ഞങ്ങളുടെ അധ്യാപകർക്കും ഞങ്ങളുടെ മാനേജ്മെന്റിനും ഞങ്ങളുടെ സ്റ്റാഫ് അംഗങ്ങൾക്കും ഞങ്ങളുടെ മക്കൾക്കും മാതാപിതാക്കൾക്കും സാധിച്ചത് തന്നെ വളരെ നല്ലൊരു കാര്യമാണ്. സ്നേഹമുള്ളവരും, ഈ ഒരു പരിപാടി ഏറ്റവും ഭംഗിയായി തീരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടും ഇതിന് പിന്നിൽ പ്രവർത്തിക്കുന്ന ഏറ്റവും പ്രത്യേകമായി പ്രമോദ് സാറിനെ നന്ദിയോടെ ഓർക്കുന്നു, ആശിഷ് സാറിനെ ഓർക്കുന്നു.
നമ്മുടെ സ്കൂളിന് വേണ്ടി ഇനിയും നല്ല കാര്യങ്ങൾ ചെയ്യാനായിട്ട് ഇവർ കൂടെ ഇവിടെ വരുമെന്നും പറഞ്ഞിട്ടുള്ളതും വാഗ്ദാനം ചെയ്തിട്ടുള്ളതും നന്ദിയോടെ ഓർത്തുകൊണ്ടും ഈ ഒരു സ്ഥാപനത്തിന്റെ എല്ലാവിധ സൗകര്യങ്ങളും ഈ ഒരു പരിപാടിക്ക് വേണ്ടി ഉപയോഗപ്പെടുത്താൻ നിങ്ങൾക്ക് സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടും ആശംസിച്ചുകൊണ്ടും ഞാൻ നിർത്തുകയാണ്. ഈ ഒരു സ്ഥാപനത്തിലേക്ക് ഈ 50 വർഷം പൂർത്തിയായി നിൽക്കുന്ന സെന്റ് ജോസഫ് സ്പെഷ്യൽ സ്കൂളിലേക്ക് ഈ ഒരു പരിപാടി ഗവൺമെന്റ് തലത്തിലുള്ള ഇത്രയും വലിയൊരു പരിപാടി നടത്താൻ സാധിച്ചു എന്നുള്ളത് ദൈവത്തിന് മുൻപിൽ നന്ദിയോടെ കൃതാർത്ഥതയോടെ ഓർത്തുകൊണ്ട് ഞാൻ വാക്കുകൾ നിർത്തുന്നു. താങ്ക് യു. ഇന്മകൾക്കു നിറച്ചു വർണ്ണ ചന്തമെന്നുണ്ണി. മുരുകൻ കഥകളുടെ നെല്ലിക്ക കവിത തുടങ്ങുന്നത് ഇങ്ങനെയാണ്. ഇങ്ങനെ ഒരു കെട്ടകാലത്ത് ഈ ഭിന്നശേഷി കുട്ടികൾ എന്ന് മാറ്റി നിർത്താന്റെ ഒന്നിച്ചു ചേർത്ത് നിർത്തിക്കൊണ്ട് അവരുടെയും ജീവിതം ഉന്നമനത്തിലേക്ക് എത്തിക്കാൻ വേണ്ടി കേരള ഗവൺമെന്റ് ചെയ്യുന്ന ഈ ഒരു പ്രവൃത്തിയെ ആദ്യം തന്നെ ഞാൻ നന്ദിയോടെ സ്മരിക്കുന്നു. പ്രമോദ് പയ്യന്നൂരിനെ പോലുള്ളവർ പണ്ട് തൃശ്ശൂര് പഠിച്ച് ഇപ്പോൾ കലാരംഗത്ത് ശോഭിച്ചു നിൽക്കുന്ന പ്രമോദ് പയ്യന്നൂരൊക്കെ എഴുതിനൊപ്പം ഉണ്ടാകുമ്പോൾ ഈ ഭിന്നശേഷി കുട്ടികളുടെ കലാബോധവും നമുക്കറിയാം. കഴിഞ്ഞ സ്റ്റാർ സിംഗറിലെ ഒരു പയ്യൻ അസലായിട്ട് പാടിയിരുന്നു. അതുപോലെ കൂറ്റനാട് അങ്ങനത്തെ ഒരു പയ്യന്റെ അവരുടെ ഫാദർ വീട്ടിൽ ഒരു മുറി തന്നെ ഉണ്ടാക്കി കൊടുത്തിരിക്കുകയാണ് അവന് പാടാൻ വേണ്ടിയിട്ട്. അപ്പൊ ആ കഴിവുകളെയൊക്കെ സമൂഹത്തിന് ഉപയോഗിക്കാനും രാജ്യത്തിന് ഉപയോഗിക്കാനും വേണ്ടി കേരള ഗവൺമെന്റ് ഇങ്ങനെ ഒരു പരിപാടി ചെയ്തതിന് പ്രത്യേകം നന്ദി പറയുകയും ഈ പരിപാടിക്ക് എല്ലാവിധ ആശംസകൾ നേരുകയും ചെയ്യുന്നു. നമസ്കാരം. ദിവ്യാംഗജർ എന്ന പേരാണ് ഭിന്നശേഷി എന്ന വിശേഷണത്തെക്കാൾ ഉചിതം എന്ന കാര്യം ലെറ്റീസിയ സിസ്റ്ററുമായിട്ട് സംസാരിക്കുകയായിരുന്നു. എന്തുകൊണ്ടോ ആ പദം വേണ്ട രീതിയിൽ നമ്മുടെ സമൂഹത്തിലേക്ക് എത്തിച്ചേർന്നിട്ടില്ല. ദിവ്യാംഗജർ എന്നുള്ള പേര് പൊതുവെ പലയിടങ്ങളിലും റെയിൽവേ സ്റ്റേഷനുകളിലും എയർപോർട്ടിലുമൊക്കെ മലയാളീകരിച്ച് ഉപയോഗിച്ചിട്ടുമുണ്ട്. ദിവ്യാംഗജനാണ് ശരി എന്ന് തോന്നുന്നു. കാരണം ഞാൻ മലയാള സാഹിത്യം പഠിച്ചതിന് ശേഷമാണ് ഈ സംവിധാന രംഗത്തേക്ക് അതിന്റെ അക്കാഡമിക്കലായിട്ടുള്ള പഠനങ്ങളുമായിട്ട് മുന്നോട്ട് പോയത്. എത്ര മനോഹരമായിട്ടുള്ള വാക്കാണ് ദിവ്യാംഗജർ. സത്യത്തിൽ അങ്ങനെയല്ലേ? ഈ കുട്ടികളൊക്കെ നമ്മൾ ഇതെല്ലാം തികഞ്ഞവരെക്കാൾ എത്രമാത്രം ഏകാഗ്രതയോടും അർപ്പണ ബുദ്ധിയോടും കൂടിയാണ് അവരുടെ കലാ ആവിഷ്കാരങ്ങൾ നിർവഹിച്ചെടുക്കുന്നത്. നമുക്കൊന്നും സാധ്യമാകാത്ത രീതിയിലുള്ള വലിയ അവതരണങ്ങൾ. ഞാൻ ഈയിടെ V1 എന്ന് പറയുന്ന ന്യൂഡൽഹിയിലെ ഒരു കൊറിയോഗ്രാഫി സംഘത്തെ പരിചയപ്പെടുകയും അവരുടെ പെർഫോമൻസ് കാണുകയും ചെയ്തു. അരയ്ക്ക് താഴെ അവർക്ക് ചലനശേഷിയില്ലാത്ത ആൾക്കാരാണ്. വീൽചെയറിലാണ് ജീവിതം. പക്ഷേ മനസ്സും ഇച്ഛാശക്തിയും കൊണ്ട് ഇതിനെയൊക്കെ മറികടക്കുന്ന വലിയ സ്വാതന്ത്ര്യത്തിന്റെ ആകാശം അവരുടെ കെട്ടുറപ്പുള്ള ജീവിതത്തെ അവരുടെ ജീവിതത്തെ അതുകൊണ്ട് കെട്ടുറപ്പുള്ളതാക്കുന്നു. ഇച്ഛാശക്തി കൊണ്ട്, വിൽ പവർ കൊണ്ട് കെട്ടുറപ്പുള്ളതാക്കുന്നു. അതിശയിപ്പിക്കുന്ന രീതിയിലാണ് അവർ കൊറിയോഗ്രാഫി അരങ്ങിൽ ചെയ്യുന്നത്. ഭഗവത്ഗീതയിലെയൊക്കെ സീക്വൻസുകൾ അതിമനോഹരമായിട്ടുള്ള രംഗചിത്രങ്ങളോടെ വീൽ ചെയറിൽ എത്ര മനോഹരമായിട്ടാണ് ചെയ്യുന്നതെന്നറിയോ? നമുക്ക് വല്ലാത്ത ആവേശം തോന്നും. അതുപോലെ തന്നെയാണ് തിരുവനന്തപുരത്ത് ഇപ്പൊ 2 ദിവസമായിട്ട് നമ്മുടെ സർവാദരണീയനായിട്ടുള്ള സാംസ്കാരിക വകുപ്പ് മന്ത്രി, ഭാരത് ഭവന്റെ ചെയർമാൻ കൂടിയായ ശ്രീ സജി ചെറിയാൻ സാറ് ഉദ്ഘാടനം നിർവഹിച്ച് നിഷിൽ 2 ദിനങ്ങളിൽ 4 ജില്ലകൾ അവിടെ ഒത്തുചേർന്നു. അവിടുത്തെ കുട്ടികളും അവർ നൃത്തം ചെയ്യുമ്പോൾ, മോണാക്ട് ചെയ്യുമ്പോൾ, മിമിക്രി ചെയ്യുമ്പോൾ, പ്രസംഗിക്കുമ്പോൾ, ഉപകരണ സംഗീതം ചെയ്യുമ്പോൾ ഒക്കെ നമ്മളിങ്ങനെ കൺമിടിച്ച് നിൽക്കുകയായിരുന്നു. എന്തൊക്കെയോ വ്യതിരിക്തത അതിനിടയിൽ മിന്നലാട്ടം പോലെ, കനലാട്ടം പോലെ സർഗാത്മകതയുടെ നെരിപ്പോടായി ഉയരുന്നുണ്ട്. അത് സൂക്ഷ്മമായിട്ട് നോക്കുമ്പോഴാണ് നമുക്ക് മനസ്സിലാവുക. വളരെ വൈവിധ്യമാർന്ന ചില കനലാട്ടങ്ങൾ സർഗാത്മകതയുടെ ഇടയിൽ തെളിയുമ്പോഴാണ് അത് വേറിട്ട കാര്യങ്ങളായി മാറുന്നത്. അത്തരം വേറിട്ട കാര്യങ്ങൾ ചെയ്യുവാൻ കെൽപ്പുള്ളവരാണ് ദിവ്യാംഗജർ എന്ന് നമുക്ക് പൂർണ്ണാർത്ഥത്തിൽ വിശേഷിപ്പിക്കാവുന്ന ഇത്തരം കുഞ്ഞുങ്ങൾ. ഇവിടെ ഈ സ്ഥാപനത്തിൽ എത്തുമ്പോൾ ലെറ്റീസിയ ടീച്ചറെ പോലെയുള്ള വളരെ ഇതിനോടൊക്കെ വളരെ പോസിറ്റീവായിട്ടുള്ള സമീപനമുള്ള, ഇന്നലെ ഇവിടെ വന്നപ്പോൾ തന്നെ ഇവിടുത്തെ സിസ്റ്റേഴ്സൊക്കെ എന്ത് സഹായവും ചെയ്യാൻ കോർഡിനേറ്റേഴ്സിന്റെ കൂടെ നിൽക്കുകയായിരുന്നു. 50-ാം വർഷമാണ് ഇങ്ങനെയൊരു സേവന ദൗത്യവുമായിട്ട് ഈ സെന്റ് ജോസഫ് വിദ്യാലയം മുന്നോട്ട് പോകുന്നത്. ഈ 50-ാം വർഷത്തിൽ കേരള സർക്കാരിന്റെ സാംസ്കാരിക വിനിമയ കേന്ദ്രമായ ഭാരത് ഭവന്, കേരള സർക്കാരിന്റെ സാംസ്കാരിക വകുപ്പിന്റെ നേതൃത്വത്തിൽ, കേരള സർക്കാരിന്റെ
കർമ്മ സാരഥ്യത്തിൽ ഇവിടെ എത്തിച്ചേരാൻ കഴിയുന്നതിൽ നേരത്തെ ഇവിടെ പ്രാർത്ഥനാ ഗീതത്തിൽ പറഞ്ഞല്ലോ, ലോകം മുഴുവൻ സുഖം പകരാനാണ് നമ്മളൊക്കെ ആഗ്രഹിക്കുന്നത്. കലയും സംസ്കാരവും ഒക്കെ അതിനു വേണ്ടിയിട്ടാണ്. ലോകത്ത് സമഭാവന പുലരുവാൻ, സഹിഷ്ണുത പുലരുവാൻ, സ്നേഹം നിറയ്ക്കുവാനാണ് എല്ലാ യാത്രകളും, കലയുടെ എല്ലാ യാത്രകളും ഒഴുകി ഒഴുകി മുന്നോട്ട് പോകുന്നത്. അപ്പോ അത്തരം ഒരു യാത്രക്കിടയിൽ ഈ 50-ാം വർഷത്തിൽ സെന്റ് ജോസഫ് സ്കൂളിൽ ഈ 2 ദിവസം എത്തിച്ചേരുമ്പോൾ, നാളെ ഇവിടെ ബിന്ദു മിനിസ്റ്റർ അതിന്റെ ഉദ്ഘാടന കർമ്മം, ഈ മധ്യമേഖലയിലെ 5 ജില്ലകളാണ് ഇവിടെ ഒത്തുചേരുന്നത്. ഇവിടുത്തെ ഉദ്ഘാടനം ബിന്ദു മിനിസ്റ്റർ ചെയ്യുകയും സാംസ്കാരിക രംഗത്തെ പ്രഗത്ഭർ ഇവിടെ ഒത്തുചേരുകയും ചെയ്യും. ശേഷം നമ്മുടെ യാത്ര 5-6 തീയതികളിൽ കണ്ണൂരാണ്. ബഹുമാനപ്പെട്ട സ്പീക്കർ ആണ് അത് ഉദ്ഘാടനം ചെയ്യുന്നത്. ഷംസീർ അവർകൾ അവിടെ അതിന്റെ ഉദ്ഘാടനം നിർവഹിക്കുമ്പോൾ സാംസ്കാരിക രംഗത്തെ പ്രമുഖരും അതിൽ ഒത്തുചേരും. അവിടെ 5 ജില്ലകൾ കൂടി ചേരും. അപ്പോ 14 ജില്ലകളാണ് നമ്മൾ കവർ ചെയ്തത്. അവർക്ക് സ്നേഹപാരിതോഷികം എന്നുള്ള രീതിയിൽ 3000 രൂപ RTGS ചെയ്ത് ഓരോ കുട്ടിയുടെയും അക്കൗണ്ടിലേക്ക് നൽകുകയും അവർക്ക് അവതരണത്തിനുള്ള എല്ലാ ചുറ്റുപാടുകളും ഉണ്ടാക്കുകയും അത് ചിത്രീകരണത്തിൽ വൈദഗ്ധ്യമുള്ള സംഘം, ഈ സംഘത്തെ എടുത്തു പറയാതിരിക്കാൻ കഴിയുകയില്ല, പ്രശാന്ത് ലെൻസ്വ്യൂ എന്ന് പറയുന്ന ക്യാമറമാന്റെ നേതൃത്വത്തിൽ വളരെ മനോഹരമായിട്ട് കോവിഡ് പ്രതിസന്ധി കാലത്ത് 3000-ഓളം കലാകാരന്മാരിലേക്ക് എത്തിച്ചേരുകയും അവർക്ക് സഹായധനം നൽകുകയും അത് നവമാധ്യമത്തിലൂടെ നമ്മൾ കാണിച്ചപ്പോ 1 കോടിയോളം വ്യൂവേഴ്സിലേക്ക് എത്തുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. തുടർന്ന് മഴമിഴിയുടെ 2ാം ഘട്ട യാത്ര എർത്തിലൂർ എന്നുള്ള പേരില് ഗോത്ര വിഭാഗങ്ങളുടെ ഊരുകളിലേക്കായിരുന്നു. തനിമയാർന്ന ഗോത്രകലകളുടെ ആട്ടവും പാട്ടും ഫ്രെയിമുകളിൽ നിറച്ചുകൊണ്ട് മഴമിഴി കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം സഞ്ചരിച്ചു. 3ാം യാത്രയാണ് ഈ ഭിന്നശേഷി കുട്ടികൾക്കിടയിലേക്ക്, ദിവ്യാംഗജരുടെ ഇടയിലേക്ക് നമ്മൾ എത്തിച്ചേരുന്നത്. ഇതിനുശേഷം ആരാധനായിട്ടുള്ള മന്ത്രി പറഞ്ഞിരിക്കുന്നത് നമ്മൾ തീരദേശങ്ങളിലേക്ക് പോകണമെന്ന്. കടലിന്റേതായിട്ടുള്ള പാട്ടുകളുണ്ട്. 360ഓളം മത്സ്യങ്ങളുടെ പാട്ടുകൾ മനോഹരമായിട്ട് കടൽ തീരത്ത് താമസിക്കുന്നവർ പാടുമ്പോൾ നമുക്കറിയാം എന്തൊരു പ്രകൃതി എങ്ങനെയൊക്കെയാണ് ഇവരെ പഠിപ്പിച്ചെടുക്കുന്നത് എന്നുള്ളത്. അപ്പൊ ഇങ്ങനെയുള്ള യാത്ര നമ്മൾ സാംസ്കാരികതയുടെ ഉണർവുകൾ എല്ലായിടങ്ങളിലും എത്തിച്ചേരാൻ, ഭാരതോൻ ജയിലിന്റെ അകങ്ങളിൽ ചെന്നുകൊണ്ട് കുറ്റവാളികളായിട്ടുള്ളവരെ വെച്ചുകൊണ്ട് തിയേറ്റർ തെറാപ്പി എന്നുള്ള രീതിയിൽ അവരുടെ മാനസിക വിമലീകരണത്തിന് വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങൾ നാടകവും കൃഷിയും മറ്റ് സർഗാത്മക പ്രവർത്തനങ്ങളിലൂടെയും നടത്തിയിരുന്നു. നമ്മൾ ലക്ഷ്യമിടുന്നത് ഭാരതോൻ ദേശീയതലത്തിലും അന്തർദേശീയ തലത്തിലുമുള്ള സംസ്കാരത്തിന്റെ കൊടുക്കൽ വാങ്ങലുകളാണ് നടക്കുന്നത്. പക്ഷേ നമ്മുടെ നാട്ടിൽ നമ്മൾ പുറമ്പോക്കിലേക്ക് മാറ്റി നിർത്തപ്പെടുന്ന ആൾക്കാരുടെ ഇടയിലേക്ക് കൂടി എത്തിച്ചേർന്ന് അവിടെ സാംസ്കാരികതയുടെ ഉണർവുകൾ നിറയ്ക്കുക. അതിലൂടെ നിങ്ങൾ പ്രാർത്ഥനാ ഗീതത്തിൽ ആരംഭിച്ചതുപോലെ ലോകം മുഴുവൻ സുഖം നിറയ്ക്കുവാനുള്ള, സുഖം പകരുവാനുള്ള യാത്രയാണിത്. ആ യാത്രയിൽ ഒപ്പം ചേർന്നതിന് സെന്റ് ജോസഫ് സ്കൂളിന്റെ എല്ലാ ടീച്ചേഴ്സിനോടും പ്രിൻസിപ്പലിനോടും ഇതിന്റെ മാനേജ്മെന്റ് കമ്മിറ്റിയോടും ഒക്കെയുള്ള എല്ലാവരോടുമുള്ള നിറവാർന്ന സ്നേഹം മുൻകൂട്ടി അറിയിക്കുവാൻ ഈ അവസരം വിനിയോഗിക്കുന്നു. സ്നേഹം, നന്മ.